സംഭവങ്ങളെ കൊണ്ട് നിറയതായ ഒരു പകൽക്കാലം ഞങ്ങളെ വീട്ടിൽ കടന്നു പോയല്ലോ. കർത്താവിന്റെ ചിറകിൻ മറവിൽ ഞങ്ങളെ മറച്ചല്ലോ, ഞങ്ങളെ പരിപാലിച്ചല്ലോ. കർത്താവിന്റെ വിശ്വസതയ്ക്കായി ദയയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ ചൊവ്വാഴ്ച രാത്രിയിൽ പിതാവെ കഴിഞ്ഞ നാളുകളിൽ നടത്തി വന്ന ബൈബിൾ ക്ലാസ് വീണ്ടും ആരംഭിക്കുവാൻ പിതാവിടുന്ന് സഹായിച്ചല്ലോ. ഇന്ന് രാത്രിയിലെ മീറ്റിങ്ങിനെ ദൈവം അനുഗ്രഹിക്കണമേ, ദൈവിക സാന്നിധ്യം പകരണമേ. കർത്താവെ, ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന കർത്താവിന്റെ ദാസൻ ടി കെ ജോസ് പാസ്റ്റർക്കായി സ്തോത്രം. ജോസിനായി സ്തോത്രം. ആമേൻ. കർത്താവിന്റെ ദാസൻ സുരേഷ് പാസ്റ്റർക്കായി സ്തോത്രം. കർത്താവെ, പോളിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. എല്ലാവരും ദൈവം സഹായിക്കണം, അനുഗ്രഹിക്കുമാറാകണമേ. കർത്താവെ, ദൈവത്തിന്റെ കൃപ അവിടുന്ന് പകരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസനെ ബലപ്പെടുത്തണമേ. കർത്താവെ, ഹല്ലേലൂയ. ബൈബിൾ പഠനം ഞങ്ങളുടെ ആത്മീക ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ സ്വർഗമിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മിനിസ്ട്രി ദൈവകരണങ്ങളെ വെച്ച് പ്രാർത്ഥിക്കുന്നു. മിനിസ്ട്രിയുടെ പ്രവർത്തനങ്ങൾക്കായി സ്തോത്രം. ഫൗണ്ടർ ചെയർമാൻ തോമസ് അങ്കിളിനായി സ്തോത്രം ചെയ്യുന്നു. കുടുംബമായി ദൈവം സഹായിക്കണം, അനുഗ്രഹിക്കണമേ. ഈ ഗ്രൂപ്പിൽ ഉള്ള എല്ലാ ദൈവദാസന്മാർക്കായി കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ് ഓരോരുത്തരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവെ, തുടർന്നുള്ളതായേക്കാം സമയങ്ങളിൽ കർത്താവിന്റെ സാന്നിധ്യവും കൃപയും കൂടി ഇരിക്കണം. കർത്താവ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു കർത്താവിൻ നാമത്തിൽ കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ പരിശുദ്ധമായ നാമം ഈ രാത്രിയിൽ വാഴ്ത്തപ്പെടട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവസന്നിധിയിലേക്ക് നമുക്ക് അടുത്ത് വരുവാൻ കർത്താവ് സഹായിച്ചല്ലോ. ഇന്നത്തെ ബൈബിൾ ക്ലാസ് ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ. കഴിഞ്ഞ ചില ആഴ്ചകൾ ശേഷം വീണ്ടും ദൈവസന്നിധിയിൽ ഈ ട്രിനിറ്റി ഇന്റർനാഷണൽ പ്രയർ മിനിസ്ട്രിയുടെ സൂം പ്ലാറ്റ്ഫോമിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാൻ ദൈവം ചിന്തിക്കുവാൻ കർത്താവ് ഒരുക്കിയ നല്ല അവസരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് കർത്താവിന്റെ ദാസൻ സുരേഷ് പാസ്റ്ററെ ദൈവവചനം ചിന്തിക്കുവാൻ, പഠിപ്പിക്കുവാൻ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് എല്ലാവർക്കും ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ആയിരിക്കാം. കർത്താവിന്റെ ദാസനെ സ്വാഗതം ചെയ്യുന്നു. സ്തോത്രം. താങ്ക് യു പാസ്റ്റർ. ശബ്ദം ക്ലിയർ ആണോ? ക്ലിയറാ. സ്തോത്രം. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചനം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏതാനും ആഴ്ചകൾക്ക് ശേഷം വീണ്ടും തിരുവചന പഠനവുമായി നമുക്ക് ഒരുമിച്ച് വന്നു ചേരുവാൻ കർത്താവ് കൃപ നൽകിയിരിക്കുന്നുവല്ലോ. എനിക്കും അല്പമായ ഒരു പനിയുടെയൊക്കെ അസ്വസ്ഥതയുണ്ട്, എങ്കിലും കർത്താവ് നടത്തുന്നു. 1.5 മാസത്തിൽ അധികമായി നാം ഈ ക്ലാസ് മുടങ്ങിക്കിടക്കുകയായിരുന്നു. കഴിഞ്ഞ നവംബർ 2nd വീക്കിൽ എൻ്റെ മകൻ്റെ വിവാഹം ആയിരുന്നു. വിവാഹം മുംബൈയിൽ വെച്ചായിരുന്നു. അതിനുശേഷം മറ്റ് ചില ഇടങ്ങളിൽ വെച്ച് ചില ഫംഗ്ഷനുകളും മറ്റും ഉണ്ടായിരുന്നു. നാട്ടിലും വെച്ച് ഒരു റിസപ്ഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ പലയിടങ്ങളിൽ വെച്ച് വിവാഹത്തിൻ്റെ അനുബന്ധിച്ചുള്ള ചടങ്ങുകൾ ഉണ്ടായിരുന്നത് കൊണ്ട് അധികമായി യാത്ര ചെയ്യേണ്ടി വരികയും ഈ ക്ലാസ് ഇടയ്ക്ക് ചില ആഴ്ചകൾ മുടങ്ങുകയും ചെയ്തു. വീണ്ടും ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ തിരുവചനം പഠിക്കുവാൻ, നമുക്ക് ഒരുമിച്ച് പഠിക്കുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകിയിരിക്കുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയെ പ്രത്യേകമായി ഞാൻ ആവശ്യപ്പെടുന്നു. പ്രാർത്ഥനയോടെ ആയിരിക്കും എന്ന് എനിക്ക് അറിയാം. സ്തോത്രം. നാം കഴിഞ്ഞ ലാസ്റ്റ് ക്ലാസ്സിൽ കർത്താവിൻ്റെ പേരുകൾ, കർത്താവിൻ്റെ നാമത്തെക്കുറിച്ചുള്ള വിശദമായ ഒരു പഠനത്തിൻ്റെ ഭാഗമായിരുന്നു നാം തുടർന്നു വന്നത്. അതിനെ തുടർന്നുള്ള കർത്താവിൻ്റെ നാമങ്ങളിൽ
പ്രധാനപ്പെട്ട മശിഹപരമായ നാമങ്ങൾ ആയിരുന്നു ലാസ്റ്റ് നാം ചിന്തിച്ചത്. മശിഹാപരമായ നാമങ്ങളിൽ പ്രധാനപ്പെട്ട 8 നാമങ്ങളെക്കുറിച്ച് നാം ചിന്തിച്ചു. ഇമ്മാനുവേൽ തുടങ്ങി ഉള്ള നാമങ്ങളായിരുന്നു നാം ചിന്തിച്ചത്. ഇമ്മാനുവേലിനെ കുറിച്ചുള്ള ആദ്യത്തെ പ്രയോഗങ്ങളും അതിൻ്റെ ആരംഭവും ഒക്കെ നാം ചിന്തിച്ചിരുന്നു. യഹോവയിൽ, ദൈവത്തിൽ മാത്രം ഒരു ആശ്രയം, ഒരു ഭദ്രമായ ആശ്രയം കാണുന്നതിന് അത് അശൂരിനോട് സഹായം ആവശ്യപ്പെടരുതെന്നുള്ള ആഹാസിനോടുള്ള പ്രവാചകന്റെ അപേക്ഷയും ആഹാസ് ഉപദേശം, പ്രവാചകന്റെ ഉപദേശം നിരസിക്കുകയും യഹോവയുടെ നാമത്തിൽ വിശ്വാസത്തിന് പ്രേരകമായ ഒരു അടയാളം ചോദിച്ചുകൊള്ളുവാൻ ഉള്ള പ്രവാചകന്റെ ആവശ്യം അത് ആഹാസ് നിരസിക്കുമ്പോൾ ഇമ്മാനുവേലിനെ കുറിച്ചുള്ള ഒരു അടയാളം യെശയ്യാ പ്രവാചകനിലൂടെ നൽകുന്ന ഭാഗത്തെക്കുറിച്ച് നാം ഇമ്മാനുവേൽ എന്ന നാമത്തിന്റെ ഭാഗം ചിന്തിച്ചു. അടുത്തതായിട്ട് നാം രണ്ടാമതായി മശിഹാപരമായ കർത്താവിന്റെ നാമം അഭിഷിക്തനായ കോരശ് എന്ന ചിന്തയിലേക്ക് നാം വന്നു. കാരണം തിരുവെഴുത്തുകളിലെ പഴയ നിയമ തിരുവെഴുത്തുകളിലെ ഭാഗത്തിന്റെ വെളിച്ചത്തിൽ പഴയ നിയമത്തിലെ മശിഹാത്വത്തെ സംബന്ധിക്കുന്ന 5 കാര്യങ്ങൾ അഭിഷിക്തനായ കോരശിൽ വ്യക്തമായി കാണാൻ കഴിയുന്നത് കൊണ്ട് തന്നെ ഈ അഭിഷിക്തനായ കോരശിന്റെ നാമം മശിഹാപരമാണ് എന്ന് വേദപണ്ഡിതന്മാർ ഒരുമിച്ച് അത് കാണുകയും അത് അംഗീകരിക്കുകയും അതിന്റെ വിശദീകരണങ്ങൾ നൽകുകയും ചെയ്യപ്പെട്ടിരിക്കുന്നു. ഒന്നാമതായി, കോരശിനെ ദൈവം തിരഞ്ഞെടുത്തു എന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41-ാം അധ്യായത്തിന്റെ 25-ാം വാക്യത്തിൽ കാണുന്നു. രണ്ടാമതായി, ദൈവജനത്തിന്റെ വീണ്ടെടുപ്പ്, ആ വീണ്ടെടുപ്പിനെ പൂർത്തീകരിക്കുന്നതിന് കോരശ് രാജാവ് നിയമിക്കപ്പെട്ടു എന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 45-ാം അധ്യായത്തിന്റെ 11, 12, 13 വാക്യങ്ങളിൽ കാണുന്നു. മൂന്നാമതായി, തന്റെ ശത്രുക്കളിന്മേലുള്ള ഒരു ന്യായവിധിയാണ് കോരശ് എന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 47-ാം അധ്യായം മുഴുവനുമായി രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. നാലാമതായി, ജാതികളുടെ മേലുള്ള ആധിപത്യം കോരശ് രാജാവിന് നൽകപ്പെട്ടിരിക്കുന്നുവെന്ന് യെശയ്യാവിന്റെ പ്രവാചകന്റെ പുസ്തകം 45-ാം അധ്യായത്തിന്റെ 1, 2, 3 വാക്യങ്ങളിൽ കാണുന്നു. അഞ്ചാമതായിട്ട്, കോരശ് രാജാവിന്റെ പ്രവർത്തികളിൽ പ്രവർത്തിക്കുന്നത് യഹോവ തന്നെയാണ് എന്ന് യെശയ്യാവിന്റെ പുസ്തകം 45-ാം അധ്യായത്തിന്റെ 1, 2, 3 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ കാണുന്നു. അങ്ങനെ രണ്ടാമത്തെ നാമത്തെ. മൂന്നാമതായി, ദാസൻ എന്ന നിലയിൽ ഈ മിശിഹായെ വേദപുസ്തകത്തിൽ വെളിപ്പെടുത്തുന്നതായി നാം കാണുന്നു. ആ പ്രയോഗം വളരെ വിശദമായി അനേക വേദഭാഗങ്ങളിൽ കാണുന്നതിനെ നാം ചിന്തിച്ചിരുന്നു. അതിനുശേഷം നാം ആ ദാസഗീതങ്ങളെക്കുറിച്ചും ദാസന്റെ പ്രവൃത്തികളെക്കുറിച്ചും ഒക്കെ നാം വളരെ വിശദമായി നാം ചിന്തിച്ചിരുന്നു. നാലാമതായത്, നാം ആ നാമത്തോട് ബന്ധപ്പെട്ട് അഭിഷിക്തനായ ഒരു ജേതാവ് എന്ന നിലയിൽ ഈ മിശിഹായെ വെളിപ്പെടുത്തിയിരിക്കുന്ന ഭാഗം നാം ചിന്തിച്ചു. അഞ്ചാമതായിട്ട്, നാം മിശിഹായുടെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ അപരനാമമായി അറിയപ്പെടുന്ന മുള എന്ന ഒരു പ്രയോഗത്തെ വേദപുസ്തകത്തിന്റെ ഭാഗങ്ങളിൽ രേഖപ്പെടുത്തിയിരുന്നതിനെ നാം ചിന്തിച്ചു. അതിനെക്കുറിച്ച് ആ കാലത്ത് യഹോവ ദാവീദിന് നീതിയുള്ള ഒരു മുളയെ മുളപ്പിക്കും എന്നും അവൻ ദേശത്ത് നീതിയും ന്യായവും നടത്തും എന്നും അവന്റെ നാളിൽ യഹൂദ രക്ഷിക്കപ്പെടുമെന്നും അവന്റെ ഭരണം ന്യായവിധിയുടെയും നീതിയുടെയും ഭരണമായിരിക്കുമെന്നും യഹോവ നമ്മുടെ നീതി എന്നാണ് അവന്റെ നാമമെന്നും ഒക്കെയാണ് യിരെമ്യാ പ്രവാചകൻ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ മുള എന്ന തന്റെ നാമത്തിന്റെ ഭാഗവും. ആറാമതായി നാം ചിന്തിച്ചത് സ്ത്രീയുടെ സന്തതി എന്ന നിലയിൽ മശിഹായെ വെളിപ്പെടുത്തിയിരിക്കുന്ന ഭാഗങ്ങളെ വളരെ വിശദമായി നാം കണ്ടു. ആ സ്ത്രീയുടെ സന്തതി അവൻ വിജയശ്രീലായി വാഴ്ചയുടെ സകല നിലകളിലും പ്രവർത്തിക്കുന്ന പ്രവൃത്തിയെക്കുറിച്ച് നാം ചിന്തിച്ചു. ഏഴാമതായി നാം ചിന്തിച്ചത് മനുഷ്യപുത്രൻ എന്ന നിലയിൽ, അത് പ്രത്യേകിച്ച് ദാനിയേൽ പ്രവാചകന്റെ ഒരു പ്രയോഗമാണ്. ഈ മനുഷ്യപുത്രൻ എന്ന നിലയിൽ മിശിഹായെ വെളിപ്പെടുത്തി അല്ലെങ്കിൽ മിശിഹായെ ചിത്രീകരിച്ച്
നൽകിയിരിക്കുന്നത്. എട്ടാമതായി നാം ചിന്തിച്ചതായിരുന്നു അഭിഷിക്തനായ പ്രഭു എന്ന നിലയിൽ ഈ മശിഹായെ ദാനിയേൽ പ്രവചകൻ തന്നെ വെളിപ്പെടുത്തുന്ന, അല്ലെങ്കിൽ താൻ മുന്നോട്ട് വയ്ക്കുന്ന പ്രതിരൂപാത്മകമായി മുന്നോട്ട് വയ്ക്കുന്ന നിലയിൽ നാം അതിനെ കണ്ടു. അതിൻ്റെ ദൗത്യവും നാം ചിന്തിച്ചിരുന്നു. ഏറ്റവും ഒടുവിലായി നാം പഠിച്ചത് മശിഹ പുതിയ നിയമത്തിൽ എങ്ങനെയാണ് ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതായിരുന്നു നാം ഒടുവിലത്തെ ക്ലാസ്സിൽ നാം പഠിച്ചത്. മശിഹ എന്ന മലയാളത്തിലും എബ്രായ ഭാഷയിൽ മഷിയാഹ് എന്നും അരാമ്യ ഭാഷയിൽ മെഷിഹ എന്നും രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ഈ മശിഹ പുതിയ നിയമത്തിൽ അതിനെ വരച്ചു കാട്ടിയിരിക്കുന്ന വിധങ്ങളെ നാം വിശദമായി ചിന്തിച്ചിരുന്നു. ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ ആരംഭം എന്നാണ് മർക്കോസ് സുവിശേഷത്തിന്റെ ആരംഭമെന്ന് നാം കണ്ടു. മാത്രമല്ല, ക്രിസ്തു തന്നെ തൻ്റെ സ്വന്തം പേരായിട്ട് ഈ പദം പലയിടങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്നതായും നാം പഠിച്ചു. ആ പദത്തിന്റെ വ്യാഖ്യാനങ്ങളെ കുറിച്ചുള്ള വ്യത്യസ്തങ്ങളായ കാഴ്ചപ്പാടിനെ നാം ചിന്തിച്ചു. മാത്രമല്ല, മഹാപുരോഹിതൻ നീ ക്രിസ്തു എന്ന് ചോദിച്ചതിന് ഞാൻ ആകുന്നു എന്ന് യേശു ഊന്നി പറയുന്ന ഭാഗം, മാത്രമല്ല മനുഷ്യപുത്രൻ സർവശക്തന്റെ വലതുഭാഗത്തിരിക്കുന്നതും ആകാശമേഘങ്ങളോടെ വരുന്നതും നിങ്ങൾ കാണുമെന്നും വ്യക്തമായി താൻ നേരിട്ട് തന്നെ സംസാരിക്കുന്ന ഭാഗവും നാം കണ്ടു. മാത്രമല്ല, തന്റെ ദൗത്യത്തിൽ പഴയ നിയമ പ്രത്യാശയുടെ ഒരു സാഫല്യം ഉണ്ടായിരുന്നുവെന്ന യേശുവിന്റെ അവബോധം, അതും നാം വളരെ വിശദമായിട്ട് തന്നെ ചിന്തിച്ചിരുന്നു. അങ്ങനെ ഈ യേശുവിന്റെ ഈ മശിഹ പദവിയെക്കുറിച്ച് യേശു തികച്ചും ബോധവാനായിരുന്നു എന്ന സത്യം, പ്രത്യേകിച്ച് സ്നാന സമയത്ത് ഇവനെന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന ദൈവം സാക്ഷ്യപ്പെടുത്തുന്നതും, യെരുശലേമിലേക്കുള്ള ജൈത്രയാത്രാ പ്രവേശനത്തിൽ മശിഹയുടെ തുറന്ന പ്രഖ്യാപനവും നാം കാണുന്നുണ്ട്. അങ്ങനെ ആ മശിഹപരമായ ദാസന്റെ സകല ഭാഗങ്ങളും നാം വളരെ വിശദമായിട്ട് കഴിഞ്ഞ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചു. ഇന്ന് അതിന്റെ തുടർച്ചയായിട്ട് ദൈവപുത്രൻ എന്ന പേരിന്റെ വേദപുസ്തകം നമ്മുടെ മുൻപിൽ തരുന്ന, നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ദൈവപുത്രൻ എന്ന തൻ്റെ ഔദ്യോഗിക നാമത്തെക്കുറിച്ച് ചിന്തിക്കാമെന്നാണ് ഞാൻ ആശിക്കുന്നത്. കർത്താവ് അതിന് നമുക്ക് കൃപ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മനുഷ്യപുത്രൻ എന്ന പേര് ക്രിസ്തു ധാരാളമായിട്ട് ഉപയോഗിച്ചതായിട്ട് നാം കാണുന്നുണ്ട്. പക്ഷെ ദൈവപുത്രൻ എന്ന പേര് യേശു വളരെ ചുരുക്കമായി, വളരെ വിരളമായി മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ക്രിസ്തു ദൈവപുത്രനാണെന്ന് സ്നാന സമയത്തും രൂപാന്തര സമയത്തും സ്വർഗീയ ശബ്ദം തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം, അതിന്റെ 9-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം ഒക്കെ അത് നമുക്ക് വ്യക്തമാക്കപ്പെട്ടിരിക്കുകയുമാണ്. വളരെ വ്യക്തമായി മറ്റൊരു ഭാഗത്ത് ഇങ്ങനെയാണ് പത്രോസ് രേഖപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ പത്രോസിന് ഒരു പ്രകാശനം ലഭിച്ച നിമിഷം പത്രോസ് യേശുവിനെ ദൈവപുത്രൻ എന്ന് ഏറ്റുപറയുന്നു എന്നുള്ളതാണ് വളരെ ശ്രദ്ധാർഹമായ ഒരു കാര്യം. അത് മത്തായിയുടെ സുവിശേഷം അതിന്റെ 16-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ നാം കാണുന്നുണ്ട്. ആ വെളിച്ചം തനിക്ക് ലഭിച്ച ആ നിമിഷം തന്നെയാണ് കർത്താവ് പറയുന്നത്, നിങ്ങളോ എന്നെ ആർ എന്ന് പറയുന്നുവെന്ന് അവൻ ചോദിച്ചതിന് ശിമോൻ പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. വളരെ ആധികാരികമായി ആ പ്രകാശനം ലഭിച്ച നിമിഷത്തിൽ തന്നെ പത്രോസ് പറയുന്ന ആ ഭാഗമാണ് നീ ദൈവപുത്രൻ തന്നെ എന്ന്. ഈ പ്രകാശനം ലഭിക്കുക എന്നുള്ളതാണ് പരമപ്രധാനമായ ഒരു വിശ്വാസിയുടെ വിശ്വാസ ജീവിതത്തിന്റെ ആദ്യ പടിയുടെ ഭാഗം. അവനെ അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു എന്ന് പറയുന്ന അർത്ഥത്തിൽ ഈ യേശുവിനെ ദൈവപുത്രൻ എന്ന് ഒരു പ്രകാശനം, അതൊരു വിശ്വാസത്തിൻ്റെതായ ഒരു ഭാഗം മാത്രമല്ല, അതൊരു പ്രകാശനമായി ലഭിച്ചു കഴിയുമ്പോൾ മാത്രമേ പത്രോസിനെ കുറിച്ച് പോലെ അത് ഒരു മനുഷ്യന് പറയാൻ കഴിയുകയുള്ളൂ.
മാത്രമല്ല ഭൂതങ്ങൾ യേശുവിനെ ദൈവപുത്ര എന്നാണ് വിളിക്കുന്നത്. മാർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 7-ാം ഭാഗം ഒക്കെ നോക്കുമ്പോൾ ഭൂതങ്ങൾ നന്നായിട്ട് അറിഞ്ഞിരുന്നു ഈ യേശു ആരാണ് എന്ന്. അതുകൊണ്ട് അവർ വ്യക്തമായി അവർ വിളിച്ച് അറിയിക്കുകയാണ് ദൈവപുത്ര എന്ന്. അതുകൊണ്ടാണ് കർത്താവ് അവരെ ശക്തമായിട്ട് ഈ ഭൂതങ്ങളെ വിലക്കിയത്. കാരണം അപ്പോൾ അത് പരസ്യമാക്കപ്പെടുന്നതിന്റെ സാങ്കത്യം വളരെ വളരെ പ്രശ്നമുണ്ടാക്കാൻ സാധ്യതയുള്ളതായതുകൊണ്ടാണ് അവിടെ അതിനെ തൽക്കാലത്തേക്ക് അവിടെ വിലക്കുന്നത്. മാത്രമല്ല ശതാധിപൻ യേശുവിനെ ദൈവപുത്ര എന്ന് ഏറ്റുപറയുന്നതായിട്ട് മാർക്കോസിന്റെ തന്നെ സുവിശേഷത്തിന്റെ 15-ാം അധ്യായത്തിൽ കാണാൻ കഴിയുന്നതിന്റെ 39-ാം വാക്യത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. ശതാധിപനും യേശുവിന്റെ ആ മരണത്തിന്റെ വിധത്തെ കണ്ട് ഉടനെ പറയുന്നത് സാക്ഷാൽ ഇവൻ ദൈവപുത്രനായിരുന്നു എന്നാണ് ആ ശതാധിപൻ പെട്ടെന്ന് ഏറ്റുപറയുന്നത്. അതുപോലെ തന്നെ ഈ ദൈവപുത്രനെന്ന ബഹുമതി നാമം അത് മശിഹാപരമാണ്. അത് മാനുഷികമായ നിലയിൽ ഉള്ള ഒരു പ്രയോഗം അല്ലാമായ മശിഹാപരമായ ഒരു ബഹുമതി നാമമാണ് ഈ ദൈവപുത്രൻ എന്ന ഉള്ളത്. ഈ പഴയ നിയമത്തിൽ ഇസ്രായേൽ ദൈവത്തിന്റെ പുത്രനാണ്. മാത്രമല്ല അത് പുറപ്പാട് പുസ്തകം 4:22 ഹോശയ്യ പ്രവാചകന്റെ പുസ്തകം 11:1 ഒക്കെ ഇസ്രായേലിനെയും പുത്രനായിട്ടാണ് കാണുന്നത്. മാത്രമല്ല സങ്കീർത്തന പുസ്തകം 2:7 2 ശമൂവേലിന്റെ പുസ്തകം 7:14 രാജാവിനെയും പുത്രനായിട്ട് തന്നെയാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ മഷികാപരമായ ബഹുമതിയും മാനുഷിക തലത്തിലുള്ള വിളിയും തമ്മിൽ വലിയ അന്തരം നമുക്ക് വേദപുസ്തകത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. മഷികയുടെ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴൊക്കെ കർത്താവായ യേശു ക്രിസ്തു തന്റെ ഐഹിക ജീവിതകാലത്ത് മഷികാപരമായ തന്റെ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴൊക്കെയും ഈ നിസ്തുല്യമായ ദൈവപുത്രൻ എന്നുള്ള അവബോധം യേശുവിന് ഉണ്ടായിരുന്നു എന്ന് മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യം, അങ്ങനത്തെ നിരവധി വാക്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. പ്രത്യേകിച്ച് കാണാൻ അതിന്റെ 27-ാമത്തെ വാക്യത്തിലേക്ക് പോകുമ്പോൾ എന്റെ പിതാവ് സകലതും എന്നെ ഫലമേൽപ്പിച്ചിരിക്കുന്നു. പിതാവല്ലാതെ ആരും പുത്രനെ അറിയുന്നില്ല. പുത്രൻ വെളിപ്പെടുത്തി കൊടുക്കാൻ ഇച്ഛിക്കുന്നവനുമല്ലാതെ ആരും പിതാവിനെ അറിയുന്നില്ല. വളരെ വ്യക്തമായി അവിടെ രേഖപ്പെടുത്തപ്പെട്ട് നമുക്ക് തരികയാണ്. അതുപോലെ മർക്കോസിന്റെ സുവിശേഷം അതിന്റെ 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴും ആ വ്യക്തത, ആ അവബോധം നമുക്ക് വ്യക്തമായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. 32-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: ആ നാളും നാഴികയും സംബന്ധിച്ച് പിതാവല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല. പുത്രൻ വെളിപ്പെടുത്തി കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ മാത്രം എന്ന് പറഞ്ഞാൽ തന്റെ ദൈവപുത്ര അവബോധം വ്യക്തമായി കർത്താവിന്റെ ഐഹിക ജീവിത ശുശ്രൂഷ നാളുകളിൽ, അല്ലെങ്കിൽ തന്റെ ബാല്യം മുതൽ തനിക്ക് ഈ അവബോധം വ്യക്തമായിട്ട് ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ പിതാവിനുള്ളതിൽ ഇരിക്കേണ്ടതല്ലേ എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് മാതാപിതാക്കളോട് ചോദിക്കുന്ന ആ സന്ദർഭം മുതൽ നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. ഈ അവബോധം യേശുവിന് വ്യക്തമായിട്ട് ഉണ്ടായിരുന്നു. മനുഷ്യരോടുള്ള ദൈവത്തിന്റെ പിതൃത്വത്തിൽ നിന്നും വളരെ വ്യതിരിക്തമായ, വളരെ വേർതിരിവുള്ള, അതിൽ വ്യതിരിക്തവും ഉന്നതവുമാണ് ക്രിസ്തുവിനോടുള്ള ദൈവത്തിന്റെ പിതൃത്വം എന്ന് നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 20:17 കാണാൻ കഴിയുന്നുണ്ട്. നിങ്ങളുടെ പിതാവും എൻ്റെ പിതാവും എന്ന് മാത്രമേ കർത്താവ് ആ ഭാഗം, ആ വിധം, ആ പിതൃപുത്ര ബന്ധത്തെക്കുറിച്ചുള്ള ഭാഗം കർത്താവ് തൻ്റെ ശിഷ്യന്മാരുടെ അല്ലെങ്കിൽ തൻ്റെ ഐഹിക ജീവിതകാലത്ത് പ്രയോഗിച്ചിട്ടുള്ളൂ. നമ്മുടെ പിതാവെന്ന് ഒരിക്കലും കർത്താവ് സംബോധന ചെയ്തിട്ടില്ല. നിങ്ങളുടെ പിതാവും എൻ്റെ പിതാവും, എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവും എന്നുള്ള ആ വ്യതിരക്തത വെച്ചിട്ടുണ്ട് കർത്താവ്. അത് വ്യക്തമാക്കി നമുക്ക് തന്നിട്ടുണ്ട്. ഈ പിതൃത്വത്തിലുണ്ടാകുന്ന ഈ മനുഷ്യരോടുള്ള ദൈവത്തിന്റെ പിതൃത്വത്തിന്റെ ആ വ്യതിരക്തത ആണ് അവിടെ വെളിപ്പെടുന്നത്. ക്രിസ്തുവിനോടുള്ള ദൈവത്തിന്റെ പിതൃത്വം, അതിന്റെ ഇച്ഛാശക്തി, അത് കർത്താവിൽ പൂർണ്ണ നിക്ഷിപ്തമായിരുന്നുള്ളതാണ്. ആ ഇച്ഛാശക്തിയിൽ മാത്രമല്ല, തന്റെ പ്രവൃത്തിയിലും കർത്താവ് പറഞ്ഞത്, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തി ചെയ്യുന്നു. കർത്താവിന്റെ പ്രവൃത്തിയിൽ തന്റെ ഇച്ഛാശക്തി വെളിപ്പെടുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ അത് നമുക്ക് വ്യക്തമായി പല ഭാഗങ്ങളിൽ 4:34
6:38 യോഹന്നാന്റെ സുവിശേഷം തന്നെ 7:28 8:42 ഒക്കെ ആ ഇച്ഛാശക്തി അല്ലെങ്കിൽ കർത്താവിന്റെ പുത്രന്റെ ഇച്ഛാശക്തി വെളിപ്പെടുന്നുണ്ട്. ആ പുത്രന്റെ പ്രവൃത്തി, പിതാവ് തന്നിൽ വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തി ചെയ്യുന്നു എന്നുള്ള തന്റെ പ്രവൃത്തിയിൽ കാണാൻ കഴിയുന്നുണ്ട്. നിത്യജീവൻ പ്രദാനം ചെയ്യുന്നതിൽ അത് വ്യക്തമാക്കി നമ്മോട് കാണിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം തന്നെ 10:30 വരുമ്പോൾ നമുക്ക് ആ ആ നിത്യജീവന്റെ പ്രദാനം ചെയ്യുന്നതിലുള്ള ആ പദവിയുടെ ഭാഗമായുള്ള ഭാഗം നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. 10:30 വരുമ്പോൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: ഞാനും പിതാവും ഒന്നാകുന്നു. അഥവാ നിത്യജീവൻ പ്രദാനം ചെയ്യുന്നതിൽ അത് വ്യക്തമാക്കിപ്പെട്ട് നമുക്ക് തരികയാണ്. പിതാവും പുത്രനും ഒന്നാണ് എന്നുള്ള ആ സന്ദേശം, അല്ലെങ്കിൽ പുത്രൻ പിതാവിലും പിതാവ് പുത്രനിലുമാണ് എന്ന് യോഹന്നാന്റെ സുവിശേഷം 10:38 14:10 ഒക്കെ രേഖപ്പെടുത്തുകയാണ്. പിതാവിൽ നിന്ന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ പുത്രനും തന്നിൽ തന്നെ ജീവനുണ്ട് എന്നാണ് യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ 5-ാം അധ്യായത്തിന്റെ 26-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കാണാൻ കഴിയുന്നത്. പിതാവും പുത്രനും ഒന്നാകുന്നു എന്ന് മാത്രമല്ല, പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ പുത്രനും തന്നിൽ തന്നെ ജീവനുണ്ട് എന്നും താനും പിതാവും ഒന്നാകുന്നുവെന്നും ഇതേ അർത്ഥത്തിലാണ് കർത്താവ് തന്റെ ശിഷ്യന്മാരുടെ ഒരുമിച്ചുള്ള യാത്ര അല്ലെങ്കിൽ ഒരുമിച്ചുള്ള തന്റെ ആ വാസ സമയത്ത് തന്നെ പറയുന്നത്: എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, പിതാവിനെ ഇനി കാണിച്ചു തരുന്നത് പറയുന്നത് എങ്ങനെ എന്നുള്ള ആ ഒരു സാധാരണ മനുഷ്യനോടുള്ള ഒരു സാധാരണ സംസാരത്തിന്റെ ഭാഗമായി ചോദിക്കുന്ന ചോദ്യം, ഈ പിതാവ് പുത്രനെ സ്നേഹിക്കുകയും എല്ലാം അവന്റെ കയ്യിൽ പരമേൽപ്പിക്കുകയും ചെയ്യുന്നു എന്നാണ് യോഹന്നാന്റെ സുവിശേഷം തന്നെ 3-ാം അധ്യായത്തില്, 5-ാം അധ്യായത്തിന്റെ 10-ാം അധ്യായത്തില്, 17-ാം അധ്യായത്തിലൊക്കെ ആ ശുശ്രൂഷയുടെ ഭാഗം, അല്ലെങ്കിൽ പിതാവ് തന്നിൽ വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തി തന്റെ ഇച്ഛാശക്തിയിൽ പൂർണ്ണഹിതത്തിൽ താൻ നിർവഹിക്കുന്നതായി അവിടെ വെളിപ്പെടുത്തപ്പെട്ടിരിക്കുകയാണ്. ഈ വെളിപ്പാട് ഒരു മനുഷ്യൻ അത് വെളിപ്പാടായി പ്രാപിക്കുന്നത് വരെ ഒരു മനുഷ്യനും കർത്താവിനെ വാസ്തവത്തിൽ ദൈവപുത്രൻ എന്ന് ആ പരിജ്ഞാനത്തിൽ വിളിപ്പാൻ കഴിയുകയില്ല. അതൊരു പരിചയം കൊണ്ടോ വിശ്വാസം കൊണ്ടോ ഒരു മനുഷ്യനത് പക്ഷെ അങ്ങനെ ഉച്ചരിക്കാൻ കഴിയും. പക്ഷെ അത് പരിജ്ഞാനത്തിൽ അത് ദൈവത്തെ അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു എന്ന അർത്ഥത്തിൽ അത് പ്രയോഗിക്കേണ്ടതിന് ഈ വെളിപ്പാട് അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. അടുത്തൊരു പദപ്രയോഗമാണ് കർത്താവ് എന്നുള്ളത്. അപ്പോസ്തലൻ പൗലോസാണ് ക്രിസ്തുവിനെ കുറിച്ച് കർത്താവ് എന്ന ഒരു പ്രയോഗം, എന്ന ഒരു ബഹുമതി നാമം അത് വളരെയേറെ ബഹുലമായിട്ട് ഉപയോഗിക്കുന്നത് പൗലോസ് അപ്പോസ്തലനാണ്. സുവിശേഷങ്ങളിൽ യേശുവിനെ കർത്താവ് എന്ന് ധാരാളം ഇടങ്ങളിൽ വിളിച്ചിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം തന്നെ അതിന്റെ 7-ാം അധ്യായത്തിന്റെ 21-ാം ഭാഗം, മർക്കോസിന്റെ സുവിശേഷം അതിന്റെ 11-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം, ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 46-ാം വാക്യത്തിലൊക്കെ ഈ കർത്താവിനെ അല്ലെങ്കിൽ യേശുവിനെ കർത്താവെന്ന് വിളിക്കുന്ന നിരവധി ഭാഗങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഈ കർത്താവ് എന്ന നാമം പ്രഥമമായി അല്ലെങ്കിൽ പ്രധാനമായിട്ട് വ്യഞ്ജിപ്പിക്കുന്നത്, അത് ഫലിപ്പിക്കുന്നത് അവൻ ഉപദേശിപ്പാനുള്ള യേശുവിന്റെ അധികാരത്തെയാണ്. ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, ഈ അധികാരത്തിന്റെ ഭാഗമായിട്ട് ആണ് അവിടെ ആ കർത്താവ് എന്നുള്ള ആ വിളിയുടെ ആ പ്രയോഗത്തിന്റെ ആധികാരികത നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതിന്റെ 11-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവൻ ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. തീർന്ന ശേഷം ശിഷ്യന്മാർ ഒരുത്തൻ അവനോട്, കർത്താവെ, യോഹന്നാൻ തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞു. ഈ അധികാരത്തെ കുറിച്ച് വീണ്ടും അവിടെ ലൂക്കോസിന്റെ തന്നെ സുവിശേഷത്തിൽ അതിന്റെ 12-ാം അധ്യായത്തിന്റെ 41-ാം വാക്യത്തില് ഇങ്ങനെയാണ് കാണുന്നത്: കർത്താവെ, ഈ ഉപമ പറയുന്നത് ഞങ്ങളോടോ എല്ലാവരോടും കൂടിയോ എന്ന് പത്രോസ് ചോദിച്ചതിന് കർത്താവ് പറഞ്ഞത്, തക്ക സമയത്ത് ആഹാരം വീതിക്കേണ്ടതിന് യജമാനൻ തന്റെ വേലക്കാരുടെ മേൽ ആക്കുന്ന വിശ്വസ്തനും ബുദ്ധിമാനുമായ ഗൃഹവിചാരകൻ ആർ. ഉപദേശിപ്പാനുള്ള യേശുവിന്റെ അധികാരത്തെ
ഏതുപദേശം? ദൈവത്തിന്റെ സ്വന്തം ജനത്തിന് ഉപദേശം കൊടുക്കുന്നതിനുള്ള ദൈവത്തിന്റെ മാത്രമായ അധികാരം, ഈ അധികാരമാണ് കൈയാളുന്നത്. ആകയാൽ നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു എന്ന് ഇസ്രായേൽ ഗ്രഹമൊക്കെയും നിശ്ചയമായി അറിഞ്ഞുകൊള്ളട്ടെ എന്നാണ് ആ ആ പ്രയോഗത്തെ അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 36-ാം വാക്യത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നത്. അവനെ കർത്താവ് ക്രിസ്തുവുമാക്കി വെച്ചു എന്ന് ഇസ്രായേൽ ഗ്രഹമൊക്കെ നിശ്ചയമായി അറിഞ്ഞുകൊള്ളട്ടെ. ഈ ക്രിസ്തുവിന്റെ പരമാധികാരത്തെ കുറിക്കുന്ന ഈ നാമം വ്യക്തിപരമായി ഒരു വിശ്വാസിയുടെയും സമഷ്ടിപരമായി സഭയുടെയും അതുപോലെ തന്നെ സർവത്തിന്റെയും കർത്തൃത്വത്തെ വ്യഞ്ജിപ്പിക്കുന്ന ഒന്നാണ്. അതായത് വ്യക്തിപരമായി ഈ കർത്താവ് ഓരോ മനുഷ്യന്റെയും കർത്തൃത്വത്തെ പൂർണ്ണമായും അധികാരത്തോടെ കൈയാളുന്ന ഒന്നാണ്. അതുപോലെ തന്നെ സഭയുടെയും സമഷ്ടിപരമായി സഭയുടെയും കർത്തൃത്വത്തിന്റെ പരമാധികാരി കർത്താവ് തന്നെയാണ്. അല്ലാതെ സഭയുടെ അധികാരി ഏതെങ്കിലും സഭാ മേലധ്യക്ഷന്റെയോ ഒന്നും അല്ല. അത് പോപ്പിന്റെയോ കർദിനാളിന്റെയോ അല്ലെങ്കിൽ ഓവർസിയറുടെയോ പ്രസിഡന്റിന്റെയോ സൂപ്രണ്ടിന്റെയോ ഒന്നുമല്ല. അത് കർത്താവിന്റെ കർത്തൃത്വത്തിൽ അടങ്ങിയിരിക്കുന്ന സർവ്വതിന്റെയും മാത്രമല്ല, വ്യക്തിയുടെയും സഭയുടെയും മാത്രമല്ല, സർവത്തിന്റെയും സർവഭൂമിയുടെയും കർത്തൃത്വത്തെ വ്യഞ്ജിപ്പിക്കുന്ന ഒരു ഔദ്യോഗിക നാമത്തിന്റെ ഏറ്റവും ഔന്നത്യമേറിയ കർത്താവ് എന്നുള്ള ആ സംബോധന. എന്നാൽ പുനരുത്ഥാനത്തിന് ശേഷമാണ് യേശുക്രിസ്തുവിനെ കുറിച്ച് കർത്താവ് എന്ന് അധികം പരാമർശം നൽകിയിട്ടുള്ളതെന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയവുമാണ്. കർത്താവ് എന്ന നിലയിൽ ന്യായം വിധിക്കുവാനായി ക്രിസ്തു മടങ്ങി വരും എന്ന് 2 തെസ്സലോനിക്ക ലേഖനത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 6-7 വാക്യങ്ങളിൽ കാണുന്നുണ്ട്. ന്യായം വിധിക്കുവാനായി അവൻ കർത്താവ് എന്ന നിലയിൽ മടങ്ങി വരും. സർവഭൂമിയെയും സർവസൃഷ്ടിയെയും ന്യായം വിധിക്കുന്ന കർത്താവാണ്. ഈ കർത്താവ് എന്ന നാമത്തെയാണ് നാം വളരെയധികം ഭയഭക്തിയോടെ ഏറ്റെടുക്കുന്നത്. വ്യക്തിപരമായി സമഷ്ടിപരമായി സഭയും അങ്ങനെ തന്നെയാണ് അതിനെ കാണേണ്ടതും ജീവിതത്തിൽ അത് പാലിക്കേണ്ടതും അനുസരിക്കേണ്ടതും. ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന അതേ നിലയിൽ ആദിമസഭ ക്രിസ്തുവിനെ കർത്താവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചതായി നാം അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 7-ാം അധ്യായത്തിന്റെ 59-ാം വാക്യത്തിൽ കാണുന്നു. മാത്രമല്ല, അതിന്റെ ആരംഭ ഭാഗങ്ങളിലൊക്കെയും അത് കാണുവാൻ കഴിയുന്നുണ്ട്. കർത്താവ് എന്ന നിലയിൽ യേശു ക്രിസ്തുവിന്റെ പേര് ദൈവനാമത്തോട് ചേർത്താണ് പ്രയോഗിച്ചിരിക്കുന്നത്. 1 കൊരിന്ത്യ ലേഖനത്തിലേക്ക് നാം വരുമ്പോൾ അത് നമുക്ക് വളരെ വ്യക്തമായി ഇത് അവിടെ ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നത് കാണുവാൻ കഴിയും. അതിന്റെ 1 കൊരിന്ത്യ ലേഖനത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ 3-ാം വാക്യം, നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ആ 1 കൊരിന്ത്യ ലേഖനം തന്നെ ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവേഷ്ടത്താൽ യേശു ക്രിസ്തുവിന്റെ അപ്പോസ്തലനായി വിളിക്കപ്പെട്ട പൗലോസും സഹോദരനായ സ്തെഫാനോസും കൊരിന്തിലുള്ള ദൈവസഭയ്ക്കും ക്രിസ്തുയേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരും അവിടെയും ഇവിടെയും എവിടെയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവരോടും കൂടെ വിളിക്കപ്പെട്ട വിശുദ്ധന്മാരായവർക്ക് എഴുതുന്നത്. ഈ അധികാരത്തിൻ്റെതായ ആ നാമത്തിന്റെ അധികാരത്തിൻ്റെതായ ആ നാമത്തിന്റെ വല്ലഭത്വം അത് വളരെ വിശദമായി പ്രയോഗിക്കുന്ന ഭാഗമാണ് നാം കണ്ടത്. അതേപോലെ തന്നെ 2 കൊരിന്ത്യ ലേഖനം അതിന്റെ 1-2 വെളിപ്പാട് പുസ്തകം അതിന്റെ 17-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിലും അതിന്റെ 19-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിലും ഒക്കെ വരുമ്പോഴും നാം അത് തന്നെ കാണുന്നു. 14-ാം വാക്യത്തിലേക്ക് വായിക്കുമ്പോൾ അതിന്റെ 17-ന്റെ 14-ലേക്ക് വരുമ്പോൾ, 14-ന്റെ 14-ലേക്ക് വരുമ്പോൾ, 17-ന്റെ 14-ലേക്ക് വരുമ്പോൾ, 17-ന്റെ 17-ലേക്ക് 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 വരുമ്പോൾ
അവർ കുഞ്ഞാടിനോട് പോരാടും. താൻ കർത്താതി കർത്താവും രാജാതി രാജാവും ആകൊണ്ട് കുഞ്ഞാട് തന്നോടുകൂടെ വിളിക്കപ്പെട്ടവരും തെരഞ്ഞെടുക്കപ്പെട്ടവരും വിശ്വസ്തരുമായി അവരെ ജയിക്കും. 19-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ കാണുന്നു: രാജാതി രാജാവും കർത്താതി കർത്താവും എന്ന നാമം അവന്റെ ഉടുപ്പിന്മേലും തുടമേലും എഴുതിയിരിക്കുന്നു. അവൻ രാജാതി രാജാവും കർത്താതി കർത്താവും താൻ മാത്രം അമർത്യതയുള്ളവനും. താൻ മാത്രമേ അമർത്യതയുള്ളവനായിട്ടുള്ളൂ എന്നാണ് അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരുന്ന. സ്തോത്രം. ഈ കർത്താവിനെ ഗ്രഹിക്കുന്നതിൽ, പരിജ്ഞാനത്തിൽ ഗ്രഹിക്കുന്നതിൽ പുതിയ നിയമസഭയ്ക്ക് സംഭവിച്ചിരിക്കുന്ന അപച്യുതി വളരെ വളരെ വലുതായിരിക്കുമ്പോൾ എൻ്റെ ശബ്ദം കേൾക്കുന്ന ദൈവ മക്കളെ, കർത്താവിനെ അധികമായി അറിയുവാൻ, അവന്റെ പാദപീഠത്തിൽ താഴുവാൻ ഞാൻ നിങ്ങളോട് ബുദ്ധി ഉപദേശിക്കുന്നു. അവനിൽ നിന്ന് വെളിപ്പാടായി അത് പ്രാപിച്ച് ലോകം തരാത്ത സമാധാനം അനുഭവിച്ചുകൊണ്ട് അവന് സാക്ഷികളാകുവാൻ കർത്താവ് സഹായിക്കുമാറാകട്ടെ. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട തൻ്റെ നാമത്തിന്റെ വല്ലഭത്വത്തെ വെളിപ്പെടുത്തുന്ന, സൂചിപ്പിക്കുന്ന, തന്റെ ദൗത്യത്തെ സൂചിപ്പിക്കുന്ന നാമമാണ് വചനം എന്നത്. ക്രിസ്തുവിന്റെ ദൗത്യത്തെ സൂചിപ്പിക്കുന്ന നാമങ്ങളിൽ ഒന്നാണ് വചനം എന്നത്. യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 1-ാം അധ്യായത്തിന്റെ 1-ഉം 14 വാക്യങ്ങൾ, അതുപോലെ 1 യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം ഒക്കെ കാണുമ്പോൾ നമുക്കത് അതിന്റെ ആ ആധികാരികത നമുക്ക് കാണാൻ കഴിയും. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. 14-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു എന്ന് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. വചനം എന്ന നിലയിൽ ക്രിസ്തു ദൈവത്തെ പൂർണ്ണമായി വെളിപ്പെടുത്തുകയാണ് ചെയ്തത്. വചനം ജഡമായി തീർന്നു എന്നാണ് ക്രിസ്തുവിനെ ആ ജഡധാരണത്തെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വചനം ജഡമായി തീർന്നു. ദൈവം സൃഷ്ടിക്കുകയും സ്വയം വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. ചരിത്രത്തിൽ തന്റെ ഹിതം നിവർത്തിക്കുകയും ചെയ്യുന്നതാണ് വിശുദ്ധ ബൈബിൾ, വിശുദ്ധ തിരുവെഴുത്തുകൾ. ദൈവം സൃഷ്ടിക്കുകയും സ്വയം വെളിപ്പെടുത്തുകയും ചരിത്രത്തിൽ തന്റെ ഹിതം നിവർത്തിക്കുകയും ചെയ്യുന്നത് തന്റെ വചനത്താലാണ്. സങ്കീർത്തന പുസ്തകത്തിന്റെ 33:6, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55:10, അതിന്റെ 11-ാം അധ്യായത്തിന്റെ 4, വെളിപ്പാട് പുസ്തകം 1:16 ഒക്കെ വായിക്കുമ്പോൾ ദൈവം തന്റെ വാക്കിനാൽ ഉള്ള സൃഷ്ടിയും വാക്കിനാലുള്ള പരിചരണവും വാക്കിനാലുള്ള അതിന്റെ നിഷ്കാസനങ്ങളും, അല്ലെങ്കിൽ സൃഷ്ടിസ്ഥിതി സംഹാരകൻ എന്നൊക്കെ പറയുന്ന അർത്ഥത്തിൽ സകലതും തന്റെ വാക്കിനാൽ നിർവഹിക്കുന്നതായി വിശുദ്ധ തിരുവെഴുത്തുകളിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ക്രിസ്തുവിന്റെ ആ ഓരോ പേരുകളും സ്ഥാനപ്പേരുകളും ഒന്നും നമ്മുടെ ഈ പഠനത്തിന്റെ ഒരു 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 പരിധിക്കകത്ത് ഒതുക്കി നിർത്താൻ കഴിയുന്ന ഒന്ന് അല്ലെങ്കിൽ പോലും ഈ പ്രധാനപ്പെട്ട ഈ പദവികൾ, ഈ പേരിന്റെ പദവികളുടെ അർത്ഥങ്ങൾ, അത് 3 വ്യത്യസ്ത തലങ്ങളിൽ ആണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അത് 1 പ്രവാചകനായി, 2 പുരോഹിതനായി, 3 രാജാവായി അത് നമുക്ക് നൽകുകയാണ്, മനുഷ്യവർഗത്തിന് നൽകപ്പെട്ടിരിക്കുകയാണ്. ഭൗമിക ശുശ്രൂഷകാലത്ത് ക്രിസ്തു നിർവഹിച്ചത് പ്രവാചക ശുശ്രൂഷയാണ്. എന്താണ് പ്രവാചകന്റെ ശുശ്രൂഷ? ഇന്നത്തെ കാലത്താണെങ്കിൽ പ്രൊഫറ്റ് എന്നൊക്കെയുള്ള ബോർഡ് വെച്ചൊക്കെയാണ് ഓരോ ആളുകൾ ഇറങ്ങി പ്രവാചക ശുശ്രൂഷക്കായി ഇറങ്ങിയിരിക്കുന്നത്. കുറച്ച് മുൻപുള്ള വർഷങ്ങൾക്ക് അകത്ത്, അല്ലെങ്കിൽ കുറച്ച് മുമ്പുള്ള വർഷങ്ങൾക്ക് മുൻപുള്ള കാണാൻ കഴിഞ്ഞിരുന്ന പ്രവാചക ഒരു ഗണത്തെ അല്ല നാം ഇന്ന് കാണുന്നത്. കർത്താവിന്റെ ശുശ്രൂഷ, കർത്താവ് തന്റെ ഭൗമിക ജീവിതകാലത്ത് നിർവഹിച്ചത് പ്രവാചക ശുശ്രൂഷയായിരുന്നു. എന്തായിരുന്നു കർത്താവ് നിർവഹിച്ച പ്രവാചക ശുശ്രൂഷ? ദൈവരാജ്യം പ്രഘോഷിക്കുക എന്നുള്ളതായിരുന്നു പ്രവാചകൻ എന്ന നിലയിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രഥമമായ ദൗത്യം. അതായിരുന്നു കർത്താവ് നിർവഹിച്ച പരമപ്രധാനമായ പ്രവാചക ശുശ്രൂഷ. ദൈവരാജ്യം പ്രഘോഷിക്കുകയായിരുന്നു. വരാൻ പോകുന്ന ന്യായവിധിയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയായിരുന്നു, അല്ലെങ്കിൽ മുന്നറിയിപ്പ് നൽകി ദൈവജനത്തെ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു കർത്താവിന്റെ ആ പ്രവാചക ശുശ്രൂഷയുടെ മുഖ്യ ഭാഗം.
ദൈവരാജ്യത്തെ പ്രഘോഷിക്കുകയും വരാൻ പോകുന്ന ന്യായവിധിയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകി ദൈവജനത്തെ പ്രോത്സാഹിപ്പിക്കുക, ദൈവകൃപയ്ക്കായി അവരെ ഒരുക്കുക, അവരെ സമാശ്വസിപ്പിക്കുക, ആശ്വസിപ്പിക്കുക, സമാശ്വസിപ്പിക്കുക ചെയ്യുകയായിരുന്നു കർത്താവിന്റെ വേലയുടെ ആ ഭാഗത്തിന്റെ കാതലായ വിഷയം, കാതലായ അതിന്റെ ഭാഗം. ഇതായിരുന്നു കർത്താവ് പ്രവാചകൻ എന്ന നിലയിൽ. പക്ഷെ ഇന്നത്തെ നമ്മുടെ മുൻപിലേക്ക് വരുമ്പോൾ കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞ് കൈവിട്ടു പോകുകയാണ്. ചെറുപ്പക്കാർ ഇന്നത്തെ ആധുനിക പ്രവാചകന്മാർക്ക് നമ്മുടെ മധ്യത്തിൽ ലഭിക്കുന്ന സ്ഥാനമാനങ്ങളും അവർക്ക് ലഭിക്കുന്ന ഭൗതികമായ വലിയ ഒരു ഔന്നത്യവും ഒക്കെ കണ്ടിട്ട് കണ്ണ് മഞ്ഞളിച്ച് പ്രവാചകൻ എന്ന ബോർഡ് വെച്ചങ്ങ് ഇറങ്ങുകയാണ്. തൊലിക്കട്ടി മാത്രം മതി, വേറൊന്നും വേണ്ട. അങ്ങോട്ടിപ്പോ ഞാൻ പോകുന്നില്ല. അപ്പൊ കർത്താവിന്റെ പ്രവാചകൻ എന്ന ശുശ്രൂഷയിൽ ദൈവരാജ്യത്തിന്റെ പ്രഘോഷണവും ന്യായവിധിയെക്കുറിച്ചുള്ള മുന്നറിയിപ്പും ദൈവജനത്തെ അതിനായി ഒരുക്കി പ്രോത്സാഹിപ്പിച്ച് അവരെ സമാശ്വസിപ്പിക്കുകയും ചെയ്യുന്ന ശുശ്രൂഷ. ആത്മാവിലൂടെ സഭയോട് സംസാരിക്കുന്ന ക്രിസ്തു വിശ്വസ്ത സാക്ഷിയാണ് ഇന്ന്. പുരോഹിതൻ എന്ന നിലയിൽ ക്രിസ്തു സ്വയം ഏകയാഗമായി അർപ്പിക്കപ്പെട്ടു. അങ്ങനെ മൃഗയാഗങ്ങൾക്ക് അറുതി വരുത്തിക്കൊണ്ട് പാപപരിഹാരം നിറവേറ്റി എന്നാണ് എബ്രായ ലേഖനം 9-ാം അധ്യായത്തിന്റെ 26-ാം വാക്യത്തിൽ നാം കാണുന്നത്. ഏകയാഗമായി ആണ് അത് നിവർത്തിച്ചു. ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി അത് നിവർത്തിച്ചു. അത് ഒരിക്കലായി എന്നേക്കുമായി അതിനെ നിവർത്തിച്ചു എന്ന് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുകയാണ് 9-ാം അധ്യായത്തിന്റെ 26-ാം വാക്യത്തിൽ. അതിന്റെ 25 മുതലുള്ള വാക്യങ്ങൾ ഞാനിന്ന് വായിക്കുകയാണ്. എബ്രായ ലേഖനം 9-ാം അധ്യായത്തിന്റെ 25 മുതൽ. ആകയാൽ ലോകസ്ഥാപനം മുതൽ അവൻ പലപ്പോഴും 25 മുതൽ മഹാപുരോഹിതൻ ആണ്ടുതോറും അന്യരക്തത്തോടുകൂടെ വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിക്കുന്നത് പോലെ അവൻ തന്നെത്താൻ കൂടെ അർപ്പിപ്പാൻ ആവശ്യമില്ല. അങ്ങനെയായാൽ ലോകസ്ഥാപനം മുതൽ അവൻ പലപ്പോഴും കഷ്ടമനുഭവിക്കേണ്ടിയിരുന്നു. എന്നാൽ അവൻ ലോകാവസരത്തിൽ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. എന്തിനു വേണ്ടി? അതുവരെ മഹാപുരോഹിതൻ മൃഗരക്തങ്ങളുമായി വർഷാവർഷം മൃഗരക്തങ്ങളുമായി ആണ്ടുതോറും അർപ്പിക്കുന്ന ആ യാഗ രക്തത്തിന് പകരമായി ഈ പുരോഹിതൻ തന്നെ സ്വയം യാഗമായി അർപ്പിച്ച് പാപപരിഹാരം എന്നേക്കുമായി വരുത്തി എന്നാണ് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ അവന്റെ പൗരോഹിത്യ ശുശ്രൂഷയുടെ ആരംഭം നാം ആ ആദ്യ യാഗത്തോടു കൂടെ തന്നെ, അല്ലെങ്കിൽ ആ യാഗരത്വമായി പ്രവേശനത്തോടു കൂടെ തന്നെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതിനെക്കുറിച്ചൊക്കെ നാം പിന്നീട് പഠിക്കുന്നുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആ ശുശ്രൂഷ ഇന്ന് തന്റെ സ്വന്തം ജനത്തിന് വേണ്ടി ക്രിസ്തു പിതാവിന്റെ അടുക്കൽ പക്ഷപാതം ചെയ്യുന്നു എന്ന് എബ്രായ ലേഖനം 2:17, 4:15, 16 വാക്യങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് നാം കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത്. തന്റെ പുനരാഗമന ശേഷം ക്രിസ്തു രാജാവ്. അവൻ യെരൂശലേം കേന്ദ്രമാക്കി 1000 വർഷം രാജാവായി വാഴും, രാജാധിരാജാവായി വാഴും എന്ന് രേഖപ്പെടുത്തപ്പെട്ടു. 7ാമത്തെ ദൂതൻ ഊതിയപ്പോൾ ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും അവന്റെ ക്രിസ്തുവിനുമായി തീർന്നിരിക്കുന്നു, അവൻ എന്തെന്നേക്കും വാഴും എന്ന് സ്വർഗത്തിൽ ഒരു മഹാഘോഷമുണ്ടായി എന്ന് വെളിപ്പാട് പുസ്തകം 11:15 രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അങ്ങനെ കർത്താവിന്റെ ആ ശുശ്രൂഷയുടെ 3 തലങ്ങൾ തന്റെ 3 വ്യത്യസ്തങ്ങളായ പദവികളിലൂടെ ആ മാനുഷിക ബുദ്ധിക്ക്, അല്ലെങ്കിൽ മനുഷ്യർക്ക് ഗ്രഹിക്കത്തക്കവണ്ണം അതിനെ പ്രവാചകനും പുരോഹിതനും രാജാവും എന്ന നിലയിൽ, എന്നാൽ ആത്മീയന് അത് തന്റെ മഷികാപരമായ നാമങ്ങളിലൂടെ വചനമായി, കർത്താവായി, താന് ദൈവപുത്രനായി, മനുഷ്യപുത്രനായി
താനത് ഓരോ ഘട്ടങ്ങളും ഘട്ടം ഘട്ടമായി അത് നിർവഹിക്കുന്ന വിധങ്ങളും കർത്താവ് വളരെ വിശദമായി നമുക്ക് സ്നേഹത്തോടെ കരുണയോടെ നമുക്ക് നൽകിയിരിക്കുകയാണ്. നമ്മുടെ ശുശ്രൂഷ എന്താണ്? നമ്മുടെ ശുശ്രൂഷ എന്താണെന്ന് പഠിക്കുമ്പോൾ മുൻപ് തന്നെ കർത്താവിന്റെ സ്വഭാവത്തെ നാം പഠിക്കേണ്ടിയിരിക്കുന്നു. അവൻ വചനം ജഡമായി നമ്മുടെ ഇടയിൽ പാർത്തു എന്ന് മാത്രമല്ല അവിടെ അപ്പോസ്തലൻ രേഖപ്പെടുത്തുന്നത്, ഞങ്ങൾ തൊട്ടതും ഞങ്ങളെ തൊട്ടതും ഞങ്ങൾ കണ്ടതും ആ വ്യക്തിപരമായ വ്യക്തിബന്ധം അത് യേശുവിന്റെ സ്വഭാവത്തെ ഒരു വ്യക്തി, ഒരു വിശ്വാസി അത് ഒന്നൊന്നായി ആ സ്വഭാവത്തിന്റെ സകല സവിശേഷതകളും ഒന്നൊന്നായി പഠിക്കേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. ഇത് വ്യക്തിപരമായി അറിയുന്ന ഒരുവനും മാത്രമേ, ഒരു വിശ്വാസിക്ക് മാത്രമേ അവന്റെ ഈ ലോക ജീവിതത്തിലെ ദൗത്യം എന്താണെന്ന് തിരിച്ചറിയുവാൻ കഴിയുകയുള്ളൂ. നിങ്ങൾ ലോകത്തിന്റെ അറ്റത്തോളം പോയി, ഭൂമിയുടെ അറ്റത്തോളം പോയി എന്റെ സാക്ഷികളാകുവിൻ എന്ന് പറഞ്ഞ് വലിയൊരു ഉത്തരവാദിത്വം ഏൽപ്പിച്ച് പോയിരിക്കുമ്പോൾ ഇത് എങ്ങനെയാണ് കർത്താവ് ഇത് സാധ്യമാക്കിയത്? കർത്താവ് തന്റെ ഐഹിക ജീവിതകാലത്ത് ചെയ്ത ശുശ്രൂഷ അത് അതേ നിവർത്തിപ്പാൻ ആഹ്വാനം ചെയ്തിട്ട് കൽപ്പിച്ചിട്ട് കർത്താവ് പോയിരിക്കുകയാണ്. ഈ കൽപ്പന നിവർത്തിയാക്കുവാൻ, അത് പൂരിപ്പിക്കുവാൻ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ക്രിസ്തുവിന്റെ ശരീരത്തിൽ കുറവായുള്ളത് എന്റെ ശരീരത്തെ ഏറ്റുകൊണ്ട് ഞാൻ സഭയ്ക്കായി അത് പൂരിപ്പിക്കുന്നു എന്നാണ്. അപ്പോൾ ഇതിന്റെ പൂരിപ്പിക്കൽ അങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. വ്യത്യസ്ത തലങ്ങളിൽ, വ്യത്യസ്ത ഇടങ്ങളിൽ, വ്യത്യസ്ത രാജ്യങ്ങൾ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമാക്കാകുവാൻ എങ്ങനെ കഴിയും? ഫലപ്രദമായി അത് 30, 60, 100 മേനി വിളവ്, ഫലം, നിലനിൽക്കുന്ന ഫലം കായ്പാനും ഫലം നിലനിൽക്കണം. ഫലം കായ്ച്ചാൽ മാത്രം പോരാ, ഫലം നിലനിൽക്കുകയും വേണം. നിലനിൽക്കുന്ന ഫലം കായ്ച്ചുകൊണ്ട് മുന്നോട്ട് പ്രയാണം ചെയ്യണം. മുന്നോട്ടുള്ള പ്രയാണം അത്ര ലാഘവത്തോടെ നടക്കാൻ കഴിയുന്നതല്ല. പക്ഷെ ലോകത്തിന് തരാൻ കഴിയാത്ത ദിവ്യമായ സമാധാനത്തെ അനുഭവിച്ചുകൊണ്ട് യാതൊന്നിനെ കുറിച്ച് വിചാരങ്ങളിൽ ഭാരപ്പെടാൻ ഇടയാകാതെ വണ്ണം, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവാൻ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ലോകത്തെ ജയിച്ച ജയാളിയായ കർത്താവിന്റെ ആണിപ്പഴുതേറ്റ ബലമുള്ള കരത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് തന്റെ ദൗത്യം നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് ഓട്ടം ഓടി. പെട്ടിയുടെ പുറത്ത് ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു എന്നൊന്നും എഴുതി വെച്ചതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. തന്റെ ശുശ്രൂഷ കാലത്ത് കർത്താവ് നിർവഹിച്ച ആ ദൗത്യത്തിന്റെ നിർവഹണത്തെ ഓരോ വ്യക്തിയും, ഓരോ ദൈവ പൈതലും വളരെ കൂലങ്കഷമായി അത് മനസ്സിലാക്കി, അത് ഗ്രഹിച്ച്, അത് തന്റെ ജീവിതത്തിന്റെ ഭാഗമാക്കിയെങ്കിലും മാത്രമേ, അത് ഭാഗമാക്കണമെങ്കിൽ എന്തായിരുന്നു കർത്താവ് ചെയ്തത് എന്നുള്ളതിനെയാണ് അറിയേണ്ടത്. എങ്ങനെയാണ് അത് നിർവഹിച്ചത് എന്നുള്ളതാണ് വളരെ പ്രധാനമാർഹിക്കുന്ന കാര്യങ്ങൾ. ദൈവരാജ്യം താൻ പ്രഘോഷിച്ചത്, രാജ്യത്തിന് തന്റെ പ്രഘോഷണവും തന്റെ ആ ശുശ്രൂഷ, പ്രധാനപ്പെട്ട ശുശ്രൂഷ നമുക്കറിയാം. ദൈവരാജ്യം പ്രഘോഷിക്കുകയും വരാൻ പോകുന്ന ന്യായവിധിയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയും ദൈവജനത്തെ പ്രോത്സാഹിപ്പിക്കുകയും അവരെ സമാശ്വസിപ്പിക്കുകയും എല്ലാ തരത്തിലുള്ള ആശ്വാസം, ശാരീരികമായ ആശ്വാസം, മാനസികമായ ആശ്വാസം, സാമൂഹികമായ ആശ്വാസം അവർക്ക് വ്യത്യസ്ത നിലകളിലേക്ക് നൽകുകയാണ്. ന്യായവിധിയെക്കുറിച്ച് ബോധം വരുത്തി അവരെ ഭയപ്പാടിലാക്കുകയല്ല, ആ ന്യായവിധിയിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടുന്നതിനുള്ള പ്രോത്സാഹനം, ദൈവത്തിൽ നിന്നുള്ള കൃപ ആർജിക്കുന്നതിനുള്ള പ്രോത്സാഹനം അവർക്ക് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചനത്തിലൂടെ, വചനം തന്നെ ജഡമായി തീർന്ന സർവശക്തനായവൻ തന്റെ വചനത്തിന്റെ ആ വെളിപ്പാട് അവർക്ക് നുറുക്കുകളായി കൊടുക്കുകയാണ്. ഇതാണ് കൊടുക്കാൻ ആവശ്യപ്പെടുന്നത്. ഇതാണ് നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ. ഇത് പക്ഷെ പകർന്ന് കൊടുക്കണമെങ്കിൽ അത് നിറവേറുന്നതിന് കർത്താവ് അത് എങ്ങനെയാണത് സാധ്യമാക്കിയത് എന്നുള്ളതാണ്
നാമും വളരെ കൂലങ്കഷമായി അറിഞ്ഞിരിക്കേണ്ട കാര്യം. യേശുവിന്റെ സ്വഭാവത്തിലേക്ക് നാം കടന്നു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ സ്വഭാവവും ആ വ്യക്തിയുടെ വ്യക്തിത്വം, അവന്റെ സ്വരൂപവും സ്വഭാവവും പരസ്പര പൂരകങ്ങളായി ഇരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. വിശുദ്ധ വേദപുസ്തകത്തിന്റെ ആരംഭം മുതൽ, ഉൽപ്പത്തി മുതൽ അതിന്റെ ഒടുവിലത്തെ ഭാഗം വരെ നമുക്ക് കണ്ടാൽ ഓരോ വ്യക്തിയുടെയും സ്വരൂപവും അവന്റെ സ്വഭാവവും അത് പരസ്പര പൂരകങ്ങളാണ് എന്ന് വിശുദ്ധ ബൈബിൾ വ്യക്തമായി നമ്മുടെ മുൻപിൽ വരച്ചു കാട്ടുന്നു. സ്വഭാവത്തിനനുസരിച്ചാണ് അവന്റെ പെരുമാറ്റം, അവന്റെ പ്രവൃത്തിയും എന്ന് നമുക്ക് വേദപുസ്തകത്തിൽ മാത്രമല്ല ലോകത്തിലേക്ക് തന്നെ നമ്മുടെ ശ്രദ്ധ ഒന്ന് കേന്ദ്രീകരിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നാണ്. സ്വഭാവത്തിനനുസരിച്ച് മാത്രമേ അവന് പെരുമാറാൻ കഴിയുകയുള്ളൂ. ആ പെരുമാറ്റവും സ്വഭാവവും അവന്റെ ആ സ്വരൂപവും എല്ലാം പൂരകങ്ങളായി, പരസ്പര പൂരകങ്ങളായി പ്രവർത്തിക്കും. യേശുക്രിസ്തുവിന്റെ ആളത്വത്തിന്റെ നിഗൂഢത തന്റെ പ്രവൃത്തിയെ മനസ്സിലാക്കിയ ശിഷ്യന്മാർ ആശ്ചര്യപ്പെടുകയാണ്. ഇവനാർ എന്നവർ അത്ഭുതത്തോടെ ചോദിക്കുകയാണ്. മർക്കോസിന്റെ സുവിശേഷം 4:41 വരുമ്പോൾ ഇവനാർ, ഈ ആളത്വത്തിന്റെ നിഗൂഢ പ്രവർത്തികൾ കണ്ടിട്ട് അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഇവനാർ, ഈ ആളത്വമാർ, ഈ ആളത്വം നിഗൂഢത മനസ്സിലാക്കുവാൻ ദൈവവും മനുഷ്യനും ദൂതന്മാരും ഭൂതങ്ങളും കൂടെ ക്രിസ്തുവിന്റെ ആ സ്വഭാവ വൈശിഷ്ട്യത്തെ അംഗീകരിക്കുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ദൈവവും തന്റെ ആ സ്വഭാവ വൈശിഷ്ട്യത്തെ അംഗീകരിക്കുന്നു, മനുഷ്യരംഗീകരിക്കുന്നു, ദൈവത്തിന് ദൂതന്മാർ അംഗീകരിക്കുന്നു, ഭൂതങ്ങൾ കൂടിയും ക്രിസ്തുവിന്റെ സ്വഭാവ വൈശിഷ്ട്യത്തെ അംഗീകരിക്കുകയാണ്. അംഗീകരിക്കുക മാത്രമല്ല, അത് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഇവിടെയാണ് കർത്താവ് നമ്മോടും ആവശ്യപ്പെടുന്നത്, ഞാൻ വിശുദ്ധനാകുന്നത് പോലെ നിങ്ങൾ വിശുദ്ധരാകുകയും. ഈ ലോകത്തിന്റെ മാലിന്യമേശാതവണ്ണം, കറയപ്പെട്ടാതവണ്ണം മുന്നോട്ട് പ്രയാണം ചെയ്യുവാൻ തന്നെത്താൻ ത്യജിച്ച്, തന്റെ ക്രൂശ് തന്നെത്താൻ ത്യജിക്കുക എന്നൊക്കെയുള്ള ഭാഗം നാം പിന്നീട് പഠിക്കുന്നുണ്ട്. സാധാരണ ബന്ധക്കോസ് തന്നെത്താൻ ത്യജിക്കലൊന്നുമല്ല, തന്നെത്താൻ ത്യജിക്കുക എന്നൊക്കെ പറയുന്നത് വലിയ ഒരു അനുഭവത്തിന്റെ ആരംഭമാണ്. ആ സ്വഭാവത്തിൽ കാപട്യമോ വ്യാജമോ തൊട്ടു തീണ്ടിയിട്ടില്ല. ക്രിസ്തുവിന്റെ സ്വഭാവത്തിന്റെ വല്ലഭത്വത്തിന്റെ പ്രത്യേകതയാണ് അവിടെ കാപട്യമില്ല, അവിടെ വ്യാജമില്ല, ആരെയും വഞ്ചിക്കുവാൻ കഴിയാത്ത ഒരു ജഡദൃഢത ആണ് ക്രിസ്തുവിനുണ്ടായിരുന്നത്. ക്രിസ്തു ഒരു ജഡദൃഢ സത്യമാണ്. ദൈവത്തിന്റെ ആ ദൈവത്വത്തിന്റെ മാത്രമല്ല, അവന്റെ മാനവികതയുടെ മാനദണ്ഡമാണ് ക്രിസ്തു. ഈ ഭൂമിയിൽ മാനവികത്വത്തിന്റെ ഒരു മാനദണ്ഡം ക്രിസ്തുവാണ്. മറ്റാരുമില്ല, ഒരു മനുഷ്യനുമില്ല. ദൈവപുത്രന്റെ മഹിമോജ്വലമായ സ്വഭാവത്തിന്റെ ചില സൂചനകൾ മാത്രമാണ് നമുക്ക് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ട് കിട്ടിയിരിക്കുന്നത്. അവിടെ മുതലാണ് ആരംഭം. സ്വഭാവ വൈശിഷ്ട്യ രൂപീകരണം അവിടെയാണ് ക്രിസ്തുവിൽ ഒരു മനുഷ്യൻ ജനിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പഴയത് കഴിഞ്ഞു പോയി. ഈ ഒരു മനുഷ്യന്റെ ജനനം, അവിടെ ഒരു പുതു ജനനം അവിടെ നടന്നിരിക്കുകയാണ്. പാപമേശാത്ത, കാപട്യമേശാത്ത, വ്യാജമേശാത്ത, വഞ്ചനയില്ലാത്ത, നിഷ്കളങ്കതയുടെ ഒരു രൂപം. ഇതാണ് ക്രിസ്തുവിന്റെ സ്വഭാവ സവിശേഷതയുടെ ഭാഗം. അനേക കള്ളസാക്ഷികളെ കൊണ്ടുവന്നു, പക്ഷെ ഒന്നും ഒത്തുവന്നില്ല. അത് മാനുഷിക തലത്തിലുള്ള ഭാഗം മാത്രം. ദൈവത്തിന്റെ സാക്ഷ്യവും അപ്രകാരം തന്നെ പ്രാപിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ സാക്ഷ്യം മാത്രമല്ല, മനുഷ്യരുടെ സാക്ഷ്യവും. ഇതാ ആ മനുഷ്യൻ, അവൻ ഒരു കുറ്റവും ഞാൻ കാണുന്നില്ല എന്നാണ് റോമ അധികാരിയുടെ സാക്ഷ്യം. ദൂതന്മാരുടെ സാക്ഷ്യവും
തന്റെ ജനനത്തിങ്കിൽ തന്നെ കാണുവാൻ കഴിയുന്നു, തന്റെ സ്നാന സമയത്ത് കാണുവാൻ കഴിയുന്നു, തന്റെ മറുരൂപ മലയിൽ അത് കാണുവാൻ കഴിയുന്നു, തന്റെ സ്വർഗാരോഹണത്തിലും അത് കാണുവാൻ കഴിയുന്നു. ഭൂതങ്ങളുടെ സാക്ഷ്യം അനവധി ഇടങ്ങളിൽ നാം കാണുന്നു. ഭൂതങ്ങളുടെ കർത്താവ് തന്റെ ആ ദൈവപുത്രത്വം വെളിപ്പെടുത്തുന്ന ഭാഗത്തു നിന്ന് ഭൂതങ്ങളെ താൻ അടക്കിയിരുത്തുന്നതും നാം കാണുന്നുണ്ട്. ഈ സവിശേഷമായ ഈ സ്വഭാവ വൈശിഷ്ട്യം ക്രിസ്തുവിൽ നിന്ന് ആർജിച്ച് ക്രിസ്തുവിൽ ജനിച്ച് വീണ്ടും ജനനം പ്രാപിച്ച് ക്രിസ്തുവിൽ ഒരു മനുഷ്യൻ ക്രിസ്തുവിന്റെ തലയോളം വളരുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന, ക്രിസ്തുവിന്റെ തലയോളം വളരുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രമല്ല, അതിനുള്ള വാഞ്ഛ, അതിനുള്ള പ്രതിഷ്ഠ, തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശെടുത്ത് തന്നെ അനുഗമിച്ച് മുന്നോട്ട് പ്രയാണം ചെയ്യുവാൻ സമർപ്പണമുള്ള ഏവർക്കും ഈ സ്വഭാവ സവിശേഷ വൈശിഷ്ട്യം വിശുദ്ധ ബൈബിൾ നമുക്ക് വാഗ്ദത്തം ചെയ്യുന്നു. വിശുദ്ധ തിരുവെഴുത്തുകളിലൂടെ ദൈവം നമുക്ക് വാഗ്ദത്തം ചെയ്യുന്നു. ഇതാർജിച്ചുകൊണ്ട് മുന്നോട്ട് പ്രയാണം ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും, അവിടെ സ്ത്രീ പുരുഷ വ്യത്യാസമോ അവിടെ മറ്റ് മാനുഷിക തലത്തിലുള്ള യാതൊരു വിധമായ വേർപാടുകളോ വേർതിരിക്കലുകളോ തരംതിരിക്കലുകളോ ഇല്ലാതെ ആർക്കും അത് പ്രാപിച്ചെടുത്തുകൊണ്ട് ഈ ശുശ്രൂഷ അഥവാ ഈ ഭൂമിയിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നതായ കർത്താവിന്റെ ശുശ്രൂഷ വിളട്ടത്തോളം പോയി അവന്റെ സാക്ഷികളായിക്കൊണ്ട് സകലത്തെയും അടക്കി ഭരിച്ചുകൊണ്ട് ദൈവരാജ്യത്തിന്റെ പ്രവേശനം ധാരാളമായി പ്രാപിക്കത്തക്കവണ്ണം വളരുവാൻ എന്റെ ശബ്ദം ശ്രവിക്കുന്ന സകല ദൈവമക്കൾക്കും കർത്താവ് കൃപമേൽ കൃപ, രാജാതിരാജാവും കർത്താവുമായ നമ്മുടെ കർത്താവ് ഏവർക്കും തരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ സ്വഭാവ വൈശിഷ്ട്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് നാം പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. കർത്താവിന്റെ വിശുദ്ധിയെക്കുറിച്ച്, മനസ്സലിവിനെക്കുറിച്ച്, സ്നേഹത്തെക്കുറിച്ച്, അങ്ങനെ അവന്റെ താഴ്മയെക്കുറിച്ച്, അവന്റെ സൗമ്യതയെക്കുറിച്ച്, കർത്താവിന്റെ പ്രയത്നശീലത്തെക്കുറിച്ച് ഒക്കെ വിശദമായി പഠിക്കുവാൻ നാം പോവുകയാണ്. അതിന് പ്രാരംഭമായി യേശുവിന്റെ സ്വഭാവ വൈശിഷ്ട്യത്തെ കാക്ഷിച്ചുകൊണ്ട് ആ സ്വഭാവ വൈശിഷ്ട്യം ആർജിച്ചെടുത്തുകൊണ്ട് വരും ദിവസങ്ങളിൽ കർത്താവിന്റെ ആ സ്വഭാവ വൈശിഷ്ട്യത്തിന്റെ വിശദമായ പഠനങ്ങളിലേക്ക് നാം പ്രവേശിക്കാൻ പോവുകയാണ്. പ്രാർത്ഥനയോടെ അടുത്ത ക്ലാസ്സിൽ നമുക്കതിലേക്ക് പ്രവേശിക്കാം. കർത്താവ് നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏവർക്കും കർത്താവിന്റെ പൊന്നുനാമത്തിൽ സ്തോത്രം ചെയ്യുന്നു. എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ഇന്നത്തെ ക്ലാസ് ഇവിടെ ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത ആഴ്ചയിൽ കർത്താവിന്റെ വിശുദ്ധിയെ കുറിച്ച് നാം ചിന്തിക്കും. ഒരുമിച്ച് നമുക്ക് കടന്നു വരാം, ഒരുമിച്ച് നമുക്ക് പഠിക്കാം. കർത്താവ് നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ, നടത്തട്ടെ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഇത്രത്തോളം സമയം തിരുവചനം പഠിക്കുവാൻ, ചിന്തിക്കുവാൻ കർത്താവ് സഹായിച്ചല്ലോ. ദൈവദാസനെ സ്വർഗം ബലപ്പെടുത്തിയല്ലോ. ഇന്നത്തെ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഓർത്തുകൊണ്ട് നമുക്ക് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ദാസൻ ശാരീരികമായ പനിയുടെ അസ്വസ്ഥതയിലായിരിക്കുന്നല്ലോ. പൂർണ്ണ സൗഖ്യം, വിടുതലും കൊടുക്കേണ്ടതിനായി പ്രാർത്ഥിക്കാം. ഇന്നത്തെ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എല്ലാവരും ദൈവകാര്യങ്ങളോ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാം. ഈ മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ കർത്താവ് സഹായിച്ചല്ലോ. യേശുവിന്റെ വിവിധ പേരുകളെ കുറിച്ച് കർത്താവിന്റെ ദാസൻ ആമേൻ പഠിപ്പിക്കുവാൻ ഇടയായി തീർന്നല്ലോ. കർത്താവിന്റെ ആ നാമത്തിന്റെ വൈശിഷ്ട്യം, പ്രൈസ് ദി ലോർഡ്, അത്
ആമേൻ. ജീവിതത്തിൽ ഏറ്റെടുത്ത് മുന്നേറുവാൻ സ്വർഗം സഹായിക്കട്ടെ. എല്ലാ വിഷയങ്ങളെ ഓർത്തുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഇപ്പോൾ കർത്താവദാസൻ ടി.കെ. ജോസ് പാസ്റ്റർ പ്രാർത്ഥിച്ച് ആശീർവാദം പറയും. പ്രൈസ് ദി ലോർഡ്. നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. മഹത്വത്തിന്റെ പ്രത്യാശയായ ദൈവമേശ്വരിക്ക് നല്ല രാജാവേ, നഗരകമേറിയ നല്ല രാത്രിയുടെ യാമത്തിൽ കർത്താവേ, തിരുവചനം പഠനത്തിനായി കർത്താവ് ദൈവം ഞങ്ങളെ അവിടെ ഒരുക്കിയല്ലോ. കർത്താവ് ദൈവനം അമ്മൻ കർത്താവ് പഠനത്തിനായി ഒരുക്കപ്പെട്ടതായ വിലപ്പെട്ട ദേവദാസ് സുരേഷ് പാസ്റ്ററെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇവിടുന്ന് തന്റെ ദാസനെ അവിടുന്ന് ഒരുക്കിയല്ലോ. ഇന്ന് രാത്രി ആധികാരികതയോടെ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുവാൻ യേശു ക്രിസ്തുവിന്റെ നാമധേയത്തെ കുറിച്ചും യേശു ക്രിസ്തുവിന്റെ പേരുകളെ കുറിച്ചും കർത്താവ് വ്യക്തമായി ദാസന്റെ നാവിന്മേൽ കർത്താവെ ഹല്ലേലൂയ പഠിപ്പിക്കാൻ ഇടയായി തീർന്നു. കർത്താവ് കേട്ടതായ തന്റെ കുഞ്ഞുങ്ങളെ ഏവരെയും ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. കർത്താവെ നിധിശാസ്ത്രം എന്നതായ വിഷയം കർത്താവെ അതിൻ്റെതായ അധികാരത്തെ കുറിച്ച് പിന്നെയും കർത്താവ് പഠിപ്പിക്കുവാൻ തന്റെ ദാസനെ കർത്താവ് ബലപ്പെടുത്തുമാറാകണമേ. കർത്താവെ ആരും കർത്താവെ ഹല്ലേലൂയ ദൈവനെ കേൾവിക്കായി കർത്താവ് മടിയോടെ അലസതയോടെ ആകരിക്കാൻ തക്കൂണമിടയായി കർത്താവ് എന്നെ ദിവസത്തിൽ കിടന്നു വന്ന് കർത്താവിന്റെ വചനങ്ങളെ പഠിക്കുവാൻ, കേൾക്കുവാൻ, ചിന്തിപ്പാൻ, അവന് ശുശ്രൂഷകൾ കൃതവരിൽ മുതൽക്കൂട്ടായി തീരുവാൻ സ്വർഗം സഹായിക്കണം. അനുഗ്രഹിക്കുമാറാകണം. ആത്മാക്കളെ ഇവിടുന്ന് കൂട്ടി വരുത്തുമാറാകണമേ പ്രാർത്ഥിക്കുന്നു. പ്ലാറ്റ്ഫോമിൽ കടന്നു വന്നതായ ഞങ്ങളുടെ ജനറൽ സെക്രട്ടറി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മറ്റായി അവിടെ അനുഗ്രഹിക്കണമേ. കുടുംബാധികാരികളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കട്ടെ. കർത്താവ് അനുഗ്രഹിക്കണം. കർത്താവ് ജോയിസ് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രിയദാസി ഇവിടെ അനുഗ്രഹിക്കുമാറാകണമേ. വീണ കെ ജയോർത്ത് പ്രാർത്ഥിക്കുന്നു. മറ്റു കടന്നു വന്നതായ ഏവരെയും പത്രകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇന്ന് രാത്രിയിൽ തുടർന്നും ഈ ശബ്ദം കർത്താവ് ഫേസ്ബുക്കിലൂടെ, വാട്സാപ്പിലൂടെ, കർത്താവ് യൂട്യൂബിലൂടെ കേൾക്കുന്നതായ ഓരോ ജീവിതങ്ങളുടെ ദൈവത്തിന്റെ ആത്മാവ് കൃത്യമായി ഇവിടെ നടപെടുമാറാകും. ദൈവകരങ്ങളിൽ കേൾപ്പിക്കണമേ. ദൈവകരങ്ങളിൽ കൂടി ഏൽപ്പിച്ച് സമർപ്പിച്ചും പ്രാർത്ഥിക്കുന്നു. തുടർന്ന് കർത്താവ് ദാസനെ ഇവിടെ അനുഗ്രഹിക്കുമാറാകണം. സകലമായ നമുക്ക് ദൈവത്തിനെ സമർപ്പിച്ചുകൊണ്ട് വെളിവരാൻ ഞങ്ങളുടെ പ്രാർത്ഥന കിടന്നു സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നമ്മുടെ നാമത്തിൽ തന്നെ ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ, ആശ്വസിപ്പിക്കുകയും വഴിനടത്തുകയും ചെയ്യുന്ന പരിസ്ഥലമന്റെ കൂട്ടായ്മയും സഹവാസവും കാവലും സംരക്ഷണവും മനുഷ്യരുടേതായ പ്രവർത്തനങ്ങളോടും കർത്താവിന്റെ ചെയർമാൻ മറ്റ് കർത്താവികളിയ വിലപ്പെട്ട ദൈവദാസന്മാരോടും ഈ സുഖാറ്റുമൽ കിടന്ന ദൈവനം പഠിപ്പിച്ചതായ തന്റെ ദാസനോടും കർത്താവെ സുഖാറ്റുകൾ കടന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും കർത്താവിന്റെ മുഖത്ത് പ്രത്യക്ഷത വരുന്നത് മുതൽ നീക്കും മാറാത്ത കൃപയുണ്ടാക്കുമാറാകട്ടെ. ആമേൻ. ഈ രാത്രിയിൽ ജയന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വേഗം വരണമേ. ആമേൻ, ആമേൻ.